ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് വീട്ടിൽ തന്നെ സ്വന്തമായി ഹെയർ എങ്ങനെ പെർമനൻ്റ് ആയിട്ട് സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ക്രീം ഓക്സിഗ്ലോൻ്റെ പ്രൊഫഷണൽ ക്രീമാണ്. ഓക്സിഗ്ലോൻ്റെ 2 ക്രീം വരുന്നുണ്ട്, ഒന്ന് സ്ട്രെയിറ്റനിങ് ക്രീമും പിന്നെ ന്യൂട്രലൈസറും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ മുടി നല്ലോണം ഷാമ്പു വാഷ് ചെയ്ത് ഹെയറിലുണ്ടായിരുന്ന ഓയിലൊക്കെ ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞ് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് 4 നമുക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. 4 പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ക്ലിപ്പ് ചെയ്യാം. ഞാൻ ഈ ക്രീം മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു 500 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ട ആൾക്കാർ പോയി പർച്ചേസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം നമ്മൾ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. സ്ട്രെയിറ്റനിങ് ക്രീമാണിത്. ഇതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു ഗ്ലാസ് ബൗളിലോട്ട് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത്. അപ്പം നല്ലോണം നമ്മൾ ഹെയറിൻ്റെ റൂട്ടിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീം അപ്ലൈ ചെയ്ത് നല്ലോണം വലിച്ചു കൊടുക്കുക. നല്ലോണം നീട്ടി വലിച്ചിടുക. എത്രത്തോളം നമുക്കത് വലിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലിച്ച് നീട്ടി കൊടുക്കുക. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുടിയായിട്ടെടുത്ത് നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ നല്ലോണം വലിച്ചെടുക്കാനായിട്ട്. കാരണം റൂട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയെന്ന് പറയണത്. നല്ലോണം ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം വലിച്ചിടുക. നല്ലോണം വലിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ക്രീം തേച്ച് നല്ലോണം പിടിപ്പിച്ച് നല്ല സ്ട്രെയിറ്റ് ആക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങി ഒരു 40 മിനിറ്റ് നമ്മളിത് വെച്ച് ഉണക്കിയെടുത്ത് നമ്മളിത് സെറ്റായാന്ന് അറിയാൻ വേണ്ടി ഒരു മുടി എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഒരു ഡബിൾ സൈസ് ആയതുപോലെ കാണും. ഇങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ വലിക്കുമ്പോഴത്തേക്കും വരികയില്ലേ, അതേപോലെ ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായെന്നാണിത്. നമുക്കിനി വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് ഞാൻ ഹെയർ നല്ലോണം ഡ്രൈ ആയിട്ട് വെച്ച് ഡ്രൈ ആക്കി എടുത്ത് ഹെയർ ഒറ്റ വെള്ളം പോലും ഇല്ലാണ്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്ത് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ഇനിയാണ് നമുക്ക് അയണിങ് വന്നത്. നമ്മൾ സെക്ഷൻ എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സെക്ഷൻ എടുത്ത് ക്ലിപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഹെയർ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. മാക്സിമം നമ്മൾ എത്രത്തോളം നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചുളിവ് വീഴാണ്ട് തന്നെ സ്ട്രെയിറ്റ് ചെയ്യാൻ നോക്കുക.
ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സ്ട്രൈറ്റ്നർ ഐക്കോണിക്കിൻ്റെയാണ്. ഇതാ നല്ലോണം സ്ട്രെയിറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. നല്ലോണം സ്ട്രെയിറ്റായി കിടക്കണം. പിന്നെ നമ്മൾ ക്രീം ഇട്ട്, ഇപ്പോൾ സ്ട്രെയിറ്റനിങ് ക്രീം ഇട്ട് നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അത് നമ്മുടെ സെക്കൻഡ് ക്രീം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ ഫസ്റ്റത്തെ ക്രീം ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് ഭയങ്കര ചകിരി പോലെ ഇരിക്കും ഭയങ്കരമായിട്ട്. അത് നമ്മുടെ സെക്കൻഡ് ക്രീം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും, നല്ല സ്മൂത്തായിട്ട് കിടക്കും. അപ്പോൾ ദാ ഇതേപോലെ നല്ലോണം സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. നല്ലോണം സ്ട്രെയിറ്റ് ചെയ്ത് വലിച്ചിടുക, ചുളിവ് വീഴാണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാം സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. ദാ എല്ലാം സ്ട്രെയിറ്റ് ചെയ്തു. നല്ലോണം സ്ട്രെയിറ്റായി. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഇനിയാണ് നമുക്ക് ന്യൂട്രലൈസർ തേക്കേണ്ടത്. ഈ ക്രീമാണ് ഇനി നമ്മുടെ മുടി സ്മൂത്തിനാക്കി നിൽക്കാൻ സഹായിക്കണത്. ഇതാ നല്ലോണം ന്യൂട്രലൈസർ തേച്ച് പിടിപ്പിക്കുക ഹെയറിൽ. ഇതാ മൊത്തം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് തേച്ച്. ഇനി ഇതൊരു 20 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ നല്ലോണം വാഷ് ചെയ്ത് കൊടുക്കാം. ഇതാ ഹെയർ വാഷ് ചെയ്ത് ഞാൻ ഡ്രൈ ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇനി സുഖമായിട്ട് നമുക്ക് പെർമനൻ്റായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമുക്കിനി ഷോപ്പിൽ പോയി നമുക്കിനി പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.